സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച സർവകലാശാല ഡീൻ ഡോക്ടർ എം.കെ. നാരായണൻ സിദ്ധാർത്ഥന്റെ മരണം കുടുംബത്തെ അറിയിച്ചിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച ദിവസം വി.സി. ഹോസ്റ്റലിലെത്തിയിട്ടില്ല. ഹോസ്റ്റലിൽ സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്തത് സർവകലാശാലയുടെ വീഴ്ചയാണെന്നും ഡീൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനൊരു അടി ഉണ്ടായെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 18-ാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്റ്റൽ. പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ആളുകളെ കൊണ്ടുപോയി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പാരൻസിയുടെ കുറവില്ല. എങ്ങനെയാണ് വീട്ടിൽ അറിയിച്ചില്ല എന്ന് പറയുന്നത്? വീട്ടിലാണ് ഞാൻ അറിയിച്ചത്. വീട്ടിൽ അമ്മാവനെയാണ് അറിയിച്ചത്. അത് അറിയിച്ചത് ഡീനല്ല എന്ന് പറയുമ്പോൾ ഡീൻ അവിടെ ഇരുന്നിട്ട് ആ സർജനോട് സംസാരിക്കുകയാണ്. ഇതിന് ശേഷം എന്താണ് അടുത്ത പ്രൊസീജിയർ? നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ആദ്യം നമുക്ക് ഒരു മൊഴി തരണം. മൊഴി തരുന്നതിന് അറിഞ്ഞ ആളുകൾ മൊഴി തരണം, ഡീൻ തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളെ വിളിച്ചു വരുത്തി. ഞാൻ തൊട്ടപ്പുറത്തെ ക്യാമ്പസിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ ചെയ്തില്ല എന്നുള്ളതല്ല കുറ്റം. അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. 10 മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടിലറിഞ്ഞിട്ടുണ്ട്. വെറ്ററിനറി സർവകലാശാല ഡീൻ പറയുന്നത് കള്ളമാണെന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. സിദ്ധാർത്ഥന്റെ മരണവാർത്ത ഡീൻ അറിയിച്ചിട്ടില്ല. PG വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥൻ മരിച്ചുവെന്ന് അറിയിച്ചത്. തെളിവ് നശിപ്പിക്കാൻ ഡീൻ പ്രതികളെ സഹായിച്ചു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒരു CPM നേതാവും കൂടെയുണ്ടായിരുന്നുവെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞു. ഡീനിന് ഒരു കാര്യവും നമ്മൾ അറിയിച്ചിട്ടില്ല, ഇവിടെ അറിയിച്ചിട്ടില്ല. ഡീനല്ല ഈ മരണവിവരം ഇവിടെ അറിയിച്ചത്. അവൻ PG പഠിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ ഒരു PG വിദ്യാർത്ഥിയെ വിളിച്ച് പറയുന്നത് അവന് സിദ്ധാർത്ഥിനൊരു കുഴപ്പമുണ്ടായി, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെന്ന്. അതേ സമയം വരെ ഡീന് ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഡീൻ ഏത് നമ്പറിൽ വിളിച്ചെന്ന് നമുക്കറിയില്ല, ആരോ വിളിച്ച് പറഞ്ഞു വന്നു. ഡീന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പറയുന്നതെല്ലാം ശുദ്ധ കള്ളമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരണം, ഈ കൊലപാതകം മൂടി വെച്ചതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഡീന, ഇത് തെളിവ് നശിപ്പിച്ചവൻ ഡീന. അവർ പറയുന്നു ബാത്റൂമിൽ തൂങ്ങി നിന്നിട്ട് കൊണ്ടുപോയിന്ന്. ബാത്റൂമിൽ തൂങ്ങി നിന്ന് ആരാ കണ്ടത്? അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അവർ അഴിച്ചെടുത്തോണ്ട് പോയി. ഒരു ഫോട്ടോ എടുക്കാത്തത് അത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നല്ലേ ആ ഡെഡ് ബോഡി അഴിക്കേണ്ടത്. ഇവരെന്തിനാ അഴിച്ചുകൊണ്ട് പോയത്? ബാത്റൂമിൽ തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിപ്പൊളിക്കുമെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് എല്ലാം പറയുന്നത്. ഇതിൽ എന്താ ഒരു തെളിവ്? ഒരു തെളിവുമില്ല. അവർ ബാത്റൂമിലും കെട്ടി തൂക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് ബാത്റൂമിലും കെട്ടി തൂക്കിയിട്ടില്ല. റൂമിനകത്തിട്ട് അവർ കൊന്നു, ആശുപത്രി കൊണ്ടുപോയി. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും CPM നേതാവാ കൊണ്ട് പ്രൊട്ടക്ഷൻ കൊണ്ട് പോകുന്നത്. ഇവർ സംരക്ഷിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്തിനാണ് നേതാവ് അവിടെ പോയത്? മജിസ്ട്രേറ്റിൻ്റെ അവിടെ എന്തിനാണ് നേതാവ് പോയത്? സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടേക്കണം. എത്ര വലിയ SFI നേതാവാണെങ്കിൽ അവരങ്ങ് വിട്ടേക്കുക, അവരങ്ങ് നോക്കിവിട്ടെ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിവിട്ടെ. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് അവരെടുത്തില്ല? ഡീന് നമ്മൾ ആദ്യമായി മരണവിവരം അറിഞ്ഞ് കോളേജിൽ പോകുന്ന നിമിഷം മുതൽ നിരുത്തരവാദിത്വപരമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയില്ല. എനിക്ക് ഇവിടെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു, എന്തോ മാനസിക പ്രയാസം കൊണ്ട് അത് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പോലീസിനോട് ചോദിക്കണം. പോലീസ് ബാക്കി കാര്യങ്ങളെല്ലാം മറുപടി പറയും എന്നാണ് ഡീന് ആ സമയം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം ഡീന് ഈ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന് ഞങ്ങൾക്ക് വീണ്ടും കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഈ കുട്ടിയെ അവിടുന്ന് മരിച്ചു നിന്ന സിദ്ധാർത്ഥനെ അഴിച്ചു മാറ്റിയതും ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തതിന് ശേഷം മാത്രം ഇത് പോലീസിനെ വിളിച്ചറിയിക്കുകയും അവിടുത്തെ തെളിവ് നശിപ്പിക്കുകയൊക്കെ ചെയ്തതിന് മൊത്തം ചുക്കാൻ പിടിച്ചത് ഈ ഡീനാണ്. പോലീസ് അവരുടെ രീതിയിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷന് ചെന്ന ആള് SI അവരുടെ ആളായതുകൊണ്ട് ആ റൂമൊന്നും നോക്കിയില്ല. അയാൾ അവിടെ ചെന്ന ഉടനെ അതൊരു ആത്മഹത്യയായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്തു.